ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പായ കാർബോക്സിൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ എങ്ങനെയാണ് പേര് കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ആൽക്കീന് നമുക്കറിയാം, ആൽക്കീന്റെ സ്പെല്ലിങ് ആൽക്കേ. അതിന്റെ റിമൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഓയിക് ആസിഡ് ആഡ് ചെയ്യാം. കാർബോക്സിൽ ഗ്രൂപ്പാണ് വരുന്നെങ്കിൽ ഓയിക് ആസിഡ് ആയി. കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ COOH അല്ലെങ്കിൽ C+OH ഇങ്ങനെയാണ് ഒരു കാർബൺ ചെയിനകത്ത് അറ്റാച്ച് ചെയ്ത് വരുന്നെങ്കിൽ നിങ്ങൾക്ക് പേരെങ്ങനെ മാറ്റാൻ പറ്റും? ഓയിക് ആസിഡ്. ഫോർ എക്സാമ്പിൾ മെത്തനോയിക് ആസിഡ്, ഓക്കെ, ബ്യൂട്ടനോയിക് ആസിഡ്, ഇങ്ങനെ നിങ്ങൾക്ക് പേര് മാറ്റാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. എത്ര കാർബൺ ആറ്റംസ് ഇവിടെ വരുന്നത്? 1 and 2 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്. സോ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ചെയിൻ 2 ആൻഡ് അതുകൊണ്ട് അതിന്റെ പേര് എങ്ങനെ വരും? എത്തനോയിക് ആസിഡ് എന്ന് പേര് വരും. അപ്പൊ നമുക്ക് അടുത്തൊരു HCOH ഒരു കാർബൺ ആണ്. അത് നമുക്ക് മെത്തനോയിക് ആസിഡ് എന്ന് പേര് കൊടുക്കാം. മീഥേനാണ് വരിക. സോ മെത്തനോയിക് ആസിഡ്. ഓക്കെ, ഓർ ഇതിന് നമ്മൾ ഫോമിക് ആസിഡ് എന്നും പറയാറുണ്ട് കേട്ടോ. 1 and 2 കാർബൺ ആറ്റംസ് വരുന്നതുകൊണ്ട് ഇതിന് എത്തനോയിക് ആസിഡ് എന്നും. പ്രൊപ്പനോയിക് ആസിഡ് ആണെങ്കിൽ എത്ര കാർബൺ ആറ്റംസ് വരും? CH3, CH2, COOH. ഈ COOHന്റെ കാർബണുകളും നമ്മൾ ഇതിൽ ആഡ് ചെയ്യും. 1, 2 and 3. അപ്പൊ അതിന്റെ പേര് എങ്ങനെ വരും? പ്രൊപ്പനോയിക് ആസിഡ്. പേരെങ്ങനെയാണ് വരുന്നത്? പ്രൊപ്പനോയിക് ആസിഡ്. ഓക്കെ, ആൻഡ് ഇത് 1, 2, 3 and 4. അപ്പൊ ഇതിന്റെ പേര് എങ്ങനെയാ വരാം? ബ്യൂട്ടനോയിക് ആസിഡ്. അപ്പൊ നമ്മുടെ സെക്കൻഡ് ഗ്രൂപ്പ് ഏതായിരുന്നു? സെക്കൻഡ് ഗ്രൂപ്പ് നമ്മൾ പഠിച്ചത് കാർബോക്സിൽ ഗ്രൂപ്പാണ്. കാർബോക്സിൽ ഗ്രൂപ്പ് വരുമ്പോൾ നമ്മുടെ COH C+OOH ആണ് വരുന്നെങ്കിൽ ഓയിക് ആസിഡ് ചേർത്ത് പറയണം. ഫസ്റ്റ് ഗ്രൂപ്പായ ആൽക്കഹോൾ ആണ് വരുന്നെങ്കിൽ, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ് വരുന്നെങ്കിൽ നിങ്ങൾ അതിന്റെ അവസാനം എന്ത് ചേർത്ത് പറയണമെന്ന് പറഞ്ഞു? ഓൾ ചേർത്ത് പറയണം. ഓക്കെ, സെക്കൻഡ് ഗ്രൂപ്പായ കാർബോക്സിൽ ഗ്രൂപ്പാണ് വരുന്നെങ്കിൽ ഓയിക് ആസിഡ് ചേർത്ത് പറയാം. എല്ലാത്തിന്റെയും അവസാനം ഓയിക് ആസിഡ് ചേർത്ത് പറയാം. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ നെയിമിംഗ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്ത മൂന്നാമത്തെ ഗ്രൂപ്പ് ആൽഡിഹൈഡ് ഗ്രൂപ്പ്. ആൽഡിഹൈഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇതിന്റെ സ്ട്രക്ചർ വരിക C+OH. ഓക്കെ, ഓർ അതർവൈസ് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? CHO. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. C+OH. ഓക്കെ, കാർബൺ 4 ബാലൻസിങ്, ഒരു ഡബിൾ ബോണ്ട് ഷെയർ വിത്ത് ഓക്സിജൻ ആൻഡ് സിംഗിൾ ബോണ്ട് ഷെയർ വിത്ത് ഓക്സിജൻ. ഹിയർ ഓൾസോ ബോണ്ട് ഷെയർ വിത്ത് ഹൈഡ്രജൻ ഓർ അതർ എലമെന്റ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും CHO എന്ന് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് നിങ്ങൾ ഈ ഗ്രൂപ്പാണ് നിങ്ങളുടെ കോമ്പൗണ്ടിനകത്ത് വരുന്നെങ്കിൽ അതിന്റെ പേര് കൊടുക്കേണ്ടത് ആളെന്ന് ചേർത്ത് പേര് കൊടുക്കണം. അപ്പൊ നമ്മൾ ഒരു ആദ്യത്തെ ഗ്രൂപ്പ് വെച്ച ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് OH ആണ് വരുന്നെങ്കിൽ ഓള് ചേർത്ത് പേര് കൊടുക്കണം. COOH ആണ് വരുന്നെങ്കിൽ ഓയിക് ആസിഡ് ചേർത്ത് പേര് കൊടുക്കുക. ആൻഡ് നമ്മുടെ ലാസ്റ്റ് ഗ്രൂപ്പ് CHO ഗ്രൂപ്പ് ആണ് വരുന്നെങ്കിൽ അതിന്റെ പേരിന്റെ എൻഡില് ആള് കൊടുക്കുക. ഓക്കെ, അപ്പൊ എങ്ങനെയായിരിക്കും? എത്തനാൾ, പ്രൊപ്പനാൾ, ബ്യൂട്ടനാൾ, ഇങ്ങനെയായിരിക്കും ഇതിന്റെ പേര് എൻഡ് ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ 2 കാർബൺ ആറ്റംസ് ഈ കോമ്പൗണ്ടിനകത്ത് 1 and 2 കോമ്പൗണ്ട്സ് വരുന്നുണ്ട്. അതിന്റെ പേര് എത്തനാളെന്നായിരിക്കും അവസാനിക്കുന്നത്. ഓക്കെ, അടുത്ത കുറെ എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. ബ്യൂട്ടൻ ആണെങ്കിൽ എത്ര കാർബൺ ആറ്റംസ് വരും? ബ്യൂട്ടനാൾ ആണെങ്കിൽ 3 അല്ലെ, സോറി 4 കാർബൺ ആറ്റംസ് വരും. ബ്യൂട്ടൻ ആണ് CH3, CH2, CH2, CH2 ഇങ്ങനെ 4 CHO. 1, 2, 3 and 4. ഇതിന്റെ പേര് എങ്ങനെയാണ് വരിക? ബ്യൂട്ടനാൾ. ഓക്കെ, ഇവിടെ വരുന്നത് 1, 2, 3. അപ്പൊ എന്റെ പേര് എങ്ങനെയായിരിക്കും വരിക? പ്രൊപ്പനാൾ. ഓക്കെ, ഇനി പെന്റനാൾ ആണെങ്കിൽ CH3, CH2, CH2, CHO. 5 എണ്ണം. CH2, CHO 5 ഗ്രൂപ്പ് വരാണെങ്കിൽ 1, 2, 3, 4, 5 ഗ്രൂപ്പ്സ് ആണ്. അതിന്റെ പേര് എങ്ങനെ വരും? പെന്റനാളെന്നായിരിക്കും പേര് വരിക. അപ്പൊ ഈ എൻഡിൽ വരുന്ന ആഡ് ചെയ്യേണ്ട സഫിക്സ് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിന്റെ പേര് കൊടുക്കാൻ പറ്റുന്നതാണ്.